പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എൻ്റെ മക്കൾ, ഇന്ന് നവംബർ 4 തിങ്കളാഴ്ചയാണ്. പ്രസരിപ്പുള്ളൊരു ദിവസം കർത്താവ് നിങ്ങൾക്ക് നൽകട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഉഷസ് പോലെ ഉണർവുള്ള ഒരു സമയം നമ്മുടെ കാലാവസ്ഥയിലില്ല. നിങ്ങൾ ഉഷസ്സാകുന്ന കർത്താവിലേക്ക് നിങ്ങൾ ഉണർന്നു വരിക. ഗുഡ് മോർണിംഗ്. നമ്മളിന്ന് വീണ്ടും പ്രത്യക്ഷ പ്രാർത്ഥനയിലേക്ക് പോവുകയാണ്. ഏറ്റു പ്രാർത്ഥിക്കുക. അമ്മേ, പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, ദേവമാതാവേ, ദൈവമാതാവേ, അന്ന് അങ്ങ് കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ട് വരാൻ പോകുന്ന മഹാദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെടാനും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാനും ആവശ്യപ്പെട്ടിട്ട് 20 വർഷം തികയുന്ന ഈ വേളയിൽ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഈ ദേശത്തിനും അമ്മ മാസം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധ അമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം. ഇവിടെ നിയോഗം പറയുന്ന മക്കളെ, നമുക്ക് ദൈവം തന്ന ഒരു ദാനമാണ്. ഇങ്ങനെ എല്ലാ ദിവസവും എഴുന്നേറ്റ് കർത്താവിന്റെ തിരുസന്നിധിയിൽ നിയോഗത്തിന്റെ പ്രാർത്ഥന നടത്താൻ. എല്ലാ വിഷയവും എന്ന് പറയണം. കണ്ടുമുട്ടുന്ന വ്യക്തികൾ, പോകുന്ന സ്ഥാപനങ്ങൾ, ചെയ്യാൻ പോകുന്ന പ്രവർത്തനങ്ങൾ, കൊടുക്കുന്ന ഉപദേശങ്ങൾ, നിർദ്ദേശങ്ങൾ, ഫോൺ വിളികൾ, ആരെയൊക്കെ വിളിക്കാൻ ഉദ്ദേശിക്കുന്നു, എന്തിനെല്ലാം കാര്യങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്നു, അതെല്ലാം പറയണം. എല്ലാത്തിനെയും കൂടെ ദൈവം അവൈഡാവും. കടകമ്പോളങ്ങൾ സന്ദർശിക്കുന്ന സ്ഥലങ്ങൾ, ചന്തയിൽ പോകുന്നുണ്ടെങ്കിൽ അത് പറയണം, കച്ചവടത്തിന് പോകുന്നുണ്ടെങ്കിൽ അത് പറയണം, എല്ലാം പറയണം. ഇനി എന്തെങ്കിലും സാധനങ്ങൾ നിങ്ങൾ ഉണ്ടാക്കുന്നവരാണ്, വ്യവസായികളാണെങ്കിൽ അത് പറയണം. പിന്നെ റെക്കോർഡ് കാണിക്കേണ്ട ദിവസമുണ്ട്, അതുപോലെ തന്നെ റിപ്പോർട്ട് കൊടുക്കേണ്ട സമയമുണ്ട്, ഫീൽഡ് വർക്കിൻ്റെ സമയമുണ്ട്, അതെല്ലാം പറയണം. വിസ ഇൻ്റർവ്യൂ പോകുന്നവരുണ്ട്, പാസ്പോർട്ട് വാങ്ങാൻ പോകുന്നവരുണ്ട്, പുതുക്കാൻ പോകുന്നവരുണ്ട്, അതുപോലെ തന്നെ ദേവാലയത്തിൽ വ്യത്യസ്തങ്ങളായ ശുശ്രൂഷകൾക്ക് പോകുന്നവരുണ്ട്, അതെല്ലാം ഇന്ന് പറയണം. ആരോഗ്യപ്രശ്നമുള്ളവരുണ്ടെങ്കിൽ അതാ പറയണം. മക്കളില്ലാത്തത് പറയണം, വിവാഹത്വം വരാത്തത് പറയണം, വസ്തു സംബന്ധമായ തടസ്സങ്ങൾ പറയണം, തർക്കങ്ങൾ പറയണം. ഏറ്റു പ്രാർത്ഥിക്കുക. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ ദ്വാദശ വേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവർ, നമ്മൾ ഈ പറഞ്ഞ വിഷയങ്ങളെല്ലാം ഇപ്പോൾ പ്രാർത്ഥനയാക്കുകയാണ്. കർത്താവെ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ നീ മഹത്വപ്പെടുത്തണം. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം നീ പ്രകടമാക്കണം. അമ്മേ, കൃപാസ്ഥാനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട്
സഭഘടികാരം നെഞ്ചിൽ ചേർത്ത് ദുരന്തമുണ്ടാകുമ്പോൾ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ അമ്മേ, എല്ലാ ദുരിതങ്ങൾക്കും അറുതി വരുത്തുന്ന പ്രാർത്ഥനയാണെന്നുള്ള ആന്തരികമായ ബോധ്യം അരക്കിട്ട് ഉറപ്പിച്ചുകൊണ്ടാണ് കൃപാസ അൾത്താരയിലെ വലിയ പ്രത്യക്ഷീകരണം നടന്നത്. ഞങ്ങളിപ്പോഴും ആ ഒരു അടിസ്ഥാനത്തിൽ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ യോഗ്യതയാൽ അതിനെ ആശ്രയിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ആധ്യാത്മികത അനുവർത്തിച്ച് സുവിശേഷത്തിൻ്റെ സാക്ഷിയായി ജീവിക്കുന്ന എല്ലാ മക്കളെയും, അവിടെ ഉച്ച തൊട്ട് ഉള്ളംകാല് വരെ ഉണ്ടാകുന്ന എല്ലാ കോശങ്ങളെയും കർത്താവിൻ്റെ രക്തത്താൽ സ്പർശിക്കട്ടെ. അവിടെ ആന്തരിക രോഗം, വാതരോഗങ്ങൾ, പിത്തരോഗങ്ങൾ, അതുപോലെ തന്നെ അസ്ഥിരോഗങ്ങൾ, അസ്ഥി വിട്ടിരിക്കുന്നവർ, അത് അപകടത്തിൽപ്പെട്ടിരിക്കുന്നവർ എല്ലാവരും അമ്മയെ, പരിശുദ്ധ അമ്മ അവർക്ക് വേണ്ടി മധ്യസ്ഥ വഹിക്കുകയും കർത്താവിൻ്റെ അടിപ്പിടറിൻ്റെ സൗഖ്യം അവർ അനുഭവിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് മുടി കൊഴിച്ചിൽ പോലും ചിലർക്ക് ഭയങ്കരമായ മാനസിക ഭാരവും ഡിപ്രഷൻ തരുന്ന ഒരു ജീവിതാവസ്ഥയാണ്. കർത്താവ് ശാരീരികമായ പരിമിതികളെക്കുറിച്ചുള്ള അവരുടെ ആകുലതയുള്ളവരുണ്ട്. ഈശോയെ, പലതരത്തിലുള്ള പരിമിതികളുള്ളവരുടെ ആകുലതകളെ ഇപ്പോഴും അങ്ങനെ തിരിച്ച് സമർപ്പിക്കുന്നു. കർത്താവെ, നീ വിചാരിച്ച അവർക്ക് രണ്ട് തരത്തിൽ, അവർക്ക് ഡയറക്റ്റായിട്ട് ഫിസിക്കൽ സൗഖ്യം കൊടുക്കാം, അല്ലെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്യാനുള്ള ആന്തരികമായ അഭിഷേകം കൊടുക്കാം. ദൈവമേ, എല്ലാം നിൻ്റെതാണ്, ക്രിസ്തു എല്ലാമാണ്, എല്ലാവരുമാണ്. കൊളോസ്യസ് 3:11 വായിക്കുമ്പോൾ കർത്താവിൻ്റെ ശക്തി എല്ലാവരിലേക്കും ആവശ്യിക്കാൻ, എല്ലാ തരത്തിലുമുള്ള ആൾക്കാരെ സഹായിക്കാൻ വേണ്ടി കർത്താവെ, ഹെൽപ്പ് ദോസ് ഹു ആർ ഓൾ കൈൻഡ് ഓഫ് ട്രബിൾസ്. 1 എഴുതിയിരിക്കുന്ന പോലെ എല്ലാ തരത്തിലും വിഷം അനുഭവിക്കുന്നവരെ അഡ്രസ്സ് ചെയ്യണം, നിൻ്റെ സാന്ത്വനം അവർക്ക് എത്തിക്കണമെന്ന് നീ ആഗ്രഹിക്കുന്നത് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ഏറ്റവും വലിയ വെളിപാടായിട്ട് ഈ ദാസൻ പരിഗണിക്കുകയും അങ്ങനെയുള്ള എല്ലാ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന അടുത്തായി സഞ്ചരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, കിടപ്പുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ബൈസ്റ്റാൻഡേഴ്സിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, കെയർടേക്കേഴ്സിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ ഓഫീസിൽ പോകുന്നവർ, വിദ്യാർത്ഥികൾ, അധ്യാപകർ, അവിടെ ജോലി ചെയ്യുന്നവരുടെ ഓരോരുത്തരും ജോലികൾ അവർക്ക് വലിയ മാനസികമായ ഭാരം നൽകുന്നവരുണ്ട്. ഈ നശിച്ച് ജോലി വീട്ടിൽ പോയാൽ മതിയായിരുന്നു, വേറൊരു ജോലി കിട്ടിയാൽ മതി എന്നിട്ട് അങ്ങനെ ട്രൈ ചെയ്യുന്നവരുണ്ട്. കാരണം അവരുടെ ജീവിത സാഹചര്യമാണ്, അവർക്ക് കുടുംബമില്ല, കുഞ്ഞുങ്ങളായിട്ട് ജീവിക്കാൻ പറ്റണില്ല, ആ ഭർത്താവുമായിട്ട് ജീവിക്കാൻ പറ്റില്ല, ഭാര്യയുമായിട്ട് ജീവിക്കാൻ പറ്റണില്ല. അങ്ങനെ ഒരുമിച്ച് ജീവിക്കാനൊരു കുടുംബജീവിതം ഇല്ലാത്തതിൻ്റെ പേരിൽ അവർ അനുഭവിക്കുന്ന പ്രയാസങ്ങളുണ്ട്. അവർ ഭർത്താവ് ഭാര്യ ഉണ്ടെങ്കിൽ ഒരു കുഞ്ഞില്ലാത്തതിൻ്റെ വേദന വളരെ ശക്തമായ രീതിയിൽ അനുഭവിക്കുന്ന മക്കളുണ്ട്. അതുപോലെ തന്നെ പ്രായമായ മാതാപിതാക്കന്മാർ നോക്കാൻ കഴിയുന്നില്ലല്ലോ എന്നുള്ള കുറ്റബോധം അനുഭവിക്കുന്നവരുണ്ട്. അതിനെല്ലാം കർത്താവ് ഞങ്ങളുടെ തിരുസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കണേ. ചിലർക്ക് എന്താണ് തീരുമാനം എടുക്കണമെന്ന് പോലും അറിയാൻ പാടില്ല. എന്ത് ചെയ്യും, ഇങ്ങനെ ഓരോ ദിവസവും ഇരുണ്ടും വെളുത്തും പോകണമെന്നല്ലാതെ ഈ ഒരു കാര്യത്തിനും നീക്കുപോക്കില്ല എന്ന് വിചാരിച്ചുകൊണ്ട് നിരാശപ്പെട്ട് വിഷമിച്ച് നിശ്വസിക്കുന്നവരുണ്ട്. അവരെ എല്ലാവരെയും പരിശുദ്ധമ്മ ദേവമാതാവിൻ്റെ മാധ്യസ്ഥതയിൽ കൊണ്ടുവന്നുകൊണ്ട് കർത്താവിൻ്റെ നാമത്തെ സമർപ്പിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ കരുണ, സൗഖ്യം, സമാധാനം, സന്ധിപ്പ്, സമാശ്വാസം അവർക്ക് ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ നാമത്തിൽ ഞാൻ അവരെ ഈശ്വരനാമത്തെ ആശീർവദിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇന്ന് വായിക്കുന്ന വചനം യോഹന്നാന്റെ സുവിശേഷം 19:25 യേശുവിൻ്റെ അമ്മ കുരിശിൻ്റെ ചുവട് നിന്നിരുന്ന മഹാവചനങ്ങളാണ്. നമുക്ക് വായിച്ചു കേൾക്കാം. യേശുവിൻ്റെ കുരിശിനരികെ അവൻ്റെ അമ്മയും അമ്മയുടെ സഹോദരിയും ക്ലോപ്പാസിന്റെ ഭാര്യ മറിയവും മഗ്ദലന മറിയവും നിൽക്കുന്നുണ്ടായിരുന്നു. അതായത് യോഹന്നാന്റെ സുവിശേഷമാണ് 19:25. യേശുവിൻ്റെ കുരിശിൻ്റെ അരികെ അവൻ്റെ അമ്മയും അതുപോലെ തന്നെ യോഹന്നാൻ്റെ അമ്മയും ക്ലെയോഫാസിൻ്റെ ഭാര്യയും മഗ്ദലന മറിയവും നിൽക്കുന്നുണ്ടായിരുന്നു എന്നാണ്. ഇപ്പം ഞാൻ എപ്പോഴും വായിക്കുമ്പോഴാണ് എനിക്കൊരു മനസ്സിൽ വരുന്നത്, നിൽക്കുന്നുണ്ടായിരുന്നു എന്നുള്ള വചനമില്ലേ, അവർ ശരിക്കും പറഞ്ഞാൽ കർത്താവ് കുരിശിൽ കിടന്ന് 3 മണിക്കൂർ സമയമാണ്. ഈ 3 മണിക്കൂർ സമയവും അവർ നിൽക്കുകയായിരുന്നോ? ചിലപ്പോൾ ഇരുന്ന് കാണും, എവിടെയെങ്കിലും കാല് കിടക്കുമല്ലോ മനുഷ്യനെ. ഞാൻ ഇങ്ങനെ സിമ്പിളായിട്ട് പറയണതല്ല, പക്ഷേ സുവിശേഷം കോട്ട് ചെയ്തിരിക്കുന്നതും സുവിശേഷത്തിൻ്റെ യോഹന്നാൻ്റെ ക്യാമറ ശ്രദ്ധിച്ചിരിക്കുന്നതും മാതാവ് കൂടെ നിന്നു എന്നുള്ളതാണ്. നിൽക്കുമ്പോഴെന്താ ഇതാ കർത്താവിൻ്റെ ദാസി ഒരിക്കലും ഇരിക്കത്തില്ലല്ലോ. ജോലി ചെയ്യുന്നവർ ഇരിക്കത്തില്ല ഒരിക്കലും. ഇപ്പം നമ്മൾ സായിക്കടലൊക്കെ ചെന്നില്ല, അവിടുത്തെ സമരം നടക്കണത് എന്തുകൊണ്ടാണ്? അവർക്ക് ഇരിക്കാൻ സമയം കൊടുക്കാത്തത് കൊണ്ടല്ലേ. ആലപ്പുഴ അങ്ങോട്ട് സമരം നടന്നായിരുന്നു, ഞങ്ങൾക്ക് ഇരിക്കണമെന്നും പറഞ്ഞിട്ടുണ്ട്. അത് തെറ്റാണെന്നല്ല സംഭവം. അപ്പോഴേ പല സ്ഥലങ്ങളിലും നമ്മൾ നോക്കുമ്പോൾ സെക്യൂരിറ്റിക്കാരൊക്കെ നിൽക്കുകയാണ് ചെയ്യണത്. സെക്യൂരിറ്റിക്കാർക്ക് ഇരുന്ന് ഞാൻ കണ്ടിട്ടില്ല, രാത്രി മുഴുവൻ നിൽക്കണവരോടെ കണ്ടിട്ടുണ്ട്. ചില ഹോട്ടലിലൊക്കെ ബൈസ്റ്റാൻഡേഴ്സ് നിൽക്കണായിട്ടല്ലേ, അവർ നിൽക്കും. അങ്ങനെ
എങ്ങനെ നിൽക്കും? അവരെത്ര മണിക്കൂർ നിൽക്കും? അങ്ങനെ നിന്ന് ജോലി ചെയ്യുന്ന എല്ലാവരും ഇരിക്കാൻ പറ്റാതിരിക്കുന്ന അനേകം മക്കളുണ്ട്. ഞാൻ അവരുടെ ജോലിയെക്കുറിച്ച് പറയുകയല്ല പറഞ്ഞത്, മറിച്ച് കർത്താവ് എപ്പോഴും പറഞ്ഞൊരു സംഭവമുണ്ട്. എന്താണ്? പിതാവേ, ഭൂമിയിൽ ഞാൻ അങ്ങയെ മഹത്വപ്പെടുത്തി. 17:4 യോഹന്നാന്റെ സുവിശേഷം. അങ്ങനെ ഏൽപ്പിച്ച ജോലി ഞാൻ പൂർത്തിയാക്കിയെന്നാണ്. അപ്പം ജോലി ഇപ്പം ചില പറയല്ലേ, എൻ്റെ അലക്കൊഴിഞ്ഞിട്ട് കുടിയിൽ പോകാൻ പറ്റണില്ലെന്ന് പറയാം. മൈനാത്തന്മാരുടെ പണ്ടത്തെ ഭാഷയിൽ അലക്കൊഴിഞ്ഞിട്ട് കുടിയിൽ പോകാൻ പറ്റണില്ല വെച്ചാൽ നിരന്തര അധ്വാനമാണ്. ഞാൻ ഉറങ്ങിയിട്ടില്ല എന്നൊക്കെ ചില ആൾക്കാർ പറയത്തില്ലേ. ഞാനൊന്നും ഉറങ്ങിയിട്ട് എൻ്റെ കണ്ണൊന്നും അടച്ചിട്ടില്ല. രാത്രി മുഴുവനും കുഞ്ഞിന് പനിയായിരുന്നു, അപ്പൻ രാത്രി മുഴുവൻ ചുമയായിരുന്നു. അപ്പം ഇങ്ങനെ ഓരോ ഭാര്യമാരും ഭർത്താക്കന്മാരും ഒക്കെ ഇങ്ങനെ പറയും, അമ്മമാർ പറയും, അവരുടെ അമ്മമാർ പറയും. അപ്പം ഇങ്ങനെയൊക്കെ ഉള്ള കഠിനാധ്വാന സമയത്ത് നിങ്ങൾ അമ്മയോടുകൂടെയാണ് നിങ്ങളുടെ സങ്കടങ്ങൾ ചേർത്ത് വെക്കണം. നിങ്ങൾ കർത്താവിൻ്റെ കുരിശിനെ ചുവട്ട് നിങ്ങൾക്ക് ക്ലേശകരമായ ഒരു ടൈം വന്ന് ഇരിക്കാൻ പോലും പറ്റാത്തൊരു സമയം വന്നാൽ നിങ്ങൾ ഓർക്കേണ്ടത്, നിങ്ങൾ കർത്താവിൻ്റെ കുരിശിൻ്റെ ചുവട്ടിൽ അമ്മയോട് ചേർന്ന് ക്ലെയോഫാസിൻ്റെ ഭാര്യയും മഗ്ദലേന മറിയവും അതുപോലെ തന്നെ യോഹന്നാൻ്റെ അമ്മയൊക്കെ നിന്നിരുന്ന പോലെ നിങ്ങളെ ദൈവം കർത്താവിൻ്റെ കുരിശിൻ്റെ ചുവട് നിൽക്കുകയാണ്. അപ്പം നിങ്ങൾ ഇനി നിന്ന് ഇരിക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ ജോലി ചെയ്യേണ്ട വരുമ്പോഴൊക്കെ ഓർക്കണം, നിങ്ങൾ കുരിശിൻ്റെ ചുവട്ടിലാണെന്ന്. കുരിശിൻ്റെ ചുവട്ടിൽ അങ്ങനെ നിൽക്കാൻ പറ്റത്തില്ല മക്കളെ. ദൈവം നമ്മൾ നിർത്താൻ നമുക്ക് നിൽക്കാൻ പറ്റത്തില്ല. അപ്പം നിങ്ങൾ ചിന്തിക്കേണ്ടത്, ഇന്ന് എനിക്ക് വിശ്രമമുള്ള ജോലിയാണ്, ദൈവമാണ് എന്നെ ഈ കുരിശിൻ്റെ ചുവട്ടിൽ നിർത്തിയിരിക്കുന്നത്. ഞാൻ ഈ ജോലി പൂർത്തിയാക്കും. കർത്താവേ, എന്നെ ഏൽപ്പിച്ച ജോലി പൂർത്തിയാക്കാൻ ക്രിസ്തുവിനെ പോലെ എന്നെ അഭിഷേകം ചെയ്യണമേ. ഞാനിപ്പോൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. യോഹന്നാൻ 17:4 പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അവിശ്രമം ജോലി ചെയ്യുന്ന അനേകം മക്കളുണ്ട്. ഒട്ടി പോലും ചെയ്താലും പിന്നെയും കടങ്ങൾ ബാക്കി നിൽക്കുന്ന മക്കളുണ്ട്. ഒരു ഉറങ്ങാൻ പറ്റാത്ത ആൾക്കാരുണ്ട്. ഇങ്ങനെ വ്യത്യസ്തങ്ങളായ കഠിനാധ്വാനം ചെയ്യുന്നവരെല്ലാം കുരിശിൻ്റെ ചുവട്ടിൽ നിൽക്കുന്നവരാണ്, മറിയത്തിൻ്റെ കൂടെ നിൽക്കുന്നവരാണെന്ന് അങ്ങ് ഇപ്പോൾ അടയാളപ്പെടുത്തി തന്നതിന് നന്ദി പറയുന്നു. കർത്താവേ, അത് ഓർക്കാനും അങ്ങനെ നിർത്തപ്പെടുമ്പോൾ അവർ നിൽക്കുകയല്ല, ദൈവം അവരെ നിർത്തുകയാണ്. ദൈവത്തിൻ്റെ ഉദ്ദേശം അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവമക്കളാണ് കഴിവ് നൽകുന്ന സ്ഥലമാണ് കുരിശിനെ നമ്മൾ എപ്പോൾ നിർത്തിപ്പെട്ടാലും ദൈവം എന്നെ എംപവർ ചെയ്യുകയാണ്, ശക്തീകരിക്കണം എന്നുള്ള ബോധ്യത്തിൽ കർത്താവ് നൽകപ്പെട്ടിരിക്കുന്ന എല്ലാ സകല സാഹചര്യം ഓർത്തുകൊണ്ട് തന്നെ സ്തുതിക്കുന്നു. യേശു സ്തോത്രം, യേശുവേ നന്ദി, യേശു ആരാധന. ഹല്ലേലൂയ.